നമഃശിവായ. അമ്മയുടെ സന്ദേശം. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു. ഭർത്താവ് ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മദ്യപിച്ചു തുടങ്ങി. അതോടെ ആ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും നഷ്ടമായി. കുടി കാരണം അയാൾ പല ദിവസങ്ങളിലും ജോലിക്ക് പോകാതെയായി. ഓഫീസിൽ പോയാൽ തന്നെയും കുടിച്ചു ബോധം കെട്ട് അവിടെയുള്ളവരുമായി ശണ്ട കൂടും. അങ്ങനെ അവസാനം ജോലിയും നഷ്ടമായി. കുടിക്കാൻ പണമില്ലാതെ വന്നപ്പോൾ ഭാര്യയുടെ ആഭരണങ്ങൾക്ക് വേണ്ടി വഴക്കായി. ആ മോൾ കൊടുക്കാൻ മടിച്ചു നിന്നപ്പോൾ അടിയും ഇടിയുമായി. ഒടുവിൽ അടി പേടിച്ച് അവൾ ആഭരണങ്ങളെല്ലാം കൊടുത്തു. അയാൾ അതും വിറ്റു കുടിച്ചു തീർത്തു. പിന്നീട് വീട്ടിലെ പാത്രങ്ങളും മറ്റും വിൽക്കാൻ തുടങ്ങി. ദിവസവും മദ്യപിച്ചു വന്നു ഭാര്യയെ അടിക്കുകയും ഇടിക്കുകയും മുടിക്കുത്തിക്ക് പിടിച്ചു വലിച്ചിഴക്കുകയും ഒക്കെ ചെയ്യും. ശാരീരികവും മാനസികവുമായ പീഡനം കാരണം അവൾ ക്ഷീണിച്ച് അവശയായി. ഒരു ദിവസം കുഞ്ഞിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു ചെറിയ മാലയ്ക്ക് വേണ്ടിയായിരുന്നു വഴക്ക്. അത്രയുമായപ്പോൾ ആ മോൾ സഹികെട്ട് കുഞ്ഞിനെയും എടുത്തും കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോന്നു. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇത്തരം എത്രയോ സംഭവങ്ങൾ അമ്മ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. നൂറുകണക്കിന് രൂപ ദിവസവും പുകച്ചു കളയുന്ന എത്രയോ പേരുണ്ട്. ആ കാശ് മതി ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം നടത്താൻ. അമിതമായ സുഖസൗകര്യങ്ങൾക്കും ആഡംബരങ്ങൾക്കും വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കുന്നവരെ കാണാം. അതേസമയം അടുത്തുള്ള എത്രയോ കുടുംബങ്ങൾ ആഹാരത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്നു. മറ്റുള്ളവർ കഷ്ടത അനുഭവിക്കുമ്പോൾ കഴിവുണ്ടായിരുന്നിട്ടു കൂടി സഹിക്കാൻ കൂട്ടാക്കാത്തവർ ഏറ്റവും വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. മക്കളെ, ഞാൻ എന്തു നേടി എന്നാണ് ഇന്ന് എല്ലാവരും ചിന്തിക്കുന്നത്. അതല്ല ശരി. എനിക്ക് സമൂഹത്തിന് എന്ത് നൽകാൻ കഴിഞ്ഞു എന്നാണ് ചിന്തിക്കേണ്ടത്. മൃഗതുല്യരായി ജീവിതം നയിച്ച് ആയുസ് കളയാതെ, സ്വന്തം സുഖം മാത്രം തേടിപ്പോകാതെ ജീവിതത്തിൻ്റെ ലക്ഷ്യമറിഞ്ഞ് ജീവിക്കുക. തനിക്ക് ആവശ്യമുള്ളത് കഴിച്ച് ശേഷിക്കുന്നത് ധർമ്മം ചെയ്യുക. ആധ്യാത്മിക ചിന്തയിലൂടെ മാത്രമേ സ്വാർത്ഥതയുടെയും ദുഃഖത്തിൻ്റെയും ഇടുങ്ങിയ ലോകത്തിൽ നിന്ന് നിസ്വാർത്ഥതയുടെയും സന്തോഷത്തിൻ്റെയും വിശാലമായ ലോകത്തിൽ എത്താൻ കഴിയും. മറ്റുള്ളവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ആനന്ദമെന്ന് അറിയാൻ അതിലൂടെ മാത്രമേ കഴിയൂ. ആധ്യാത്മിക തത്വങ്ങൾ ഗ്രഹിക്കുന്നതിലൂടെ നമ്മുടെ സ്വഭാവത്തിലും കാഴ്ചപ്പാടിലും പരിവർത്തനം ഉണ്ടാകും. നാം സഹജീവികളോട് കരുണയുള്ളവരായി തീരും. ഇത് ലഹരി വസ്തുക്കളിൽ നിന്നും മറ്റു ദുശ്ശീലങ്ങളിൽ നിന്നും മോചനം നേടുവാനുള്ള ശക്തി നമുക്ക് നൽകും. ഉള്ളിൽ എപ്പോഴും ശാന്തിയും സംതൃപ്തിയും അനുഭവിക്കുവാൻ നമുക്ക് കഴിയും. ഹരി ഓം നമഃ ശിവായ.